തുറക്കുന്ന സമയത്തെ എണ്ണക്കടികളൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ദേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇതിനായിട്ട് ഒരു 5-6 സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോ ലീഫും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ചെറിയൊരു കട്ടോറിയിൽ കുറച്ച് മൈദ എടുക്കാം. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു പശ പോലെ ആക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ എടുത്തിട്ടുള്ള സമൂസ ഷീറ്റിന്റെ 4 വശത്തും ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതിൽ നിറച്ചു കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് മോമോ ഫില്ലിംഗ് ആണ് കേട്ടോ. കുറച്ച് ചിക്കനും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സമൂസയുടെയോ സ്പ്രിംഗ് റോളിന്റെയോ ഒക്കെ ഫില്ലിംഗ് ഇതിനകത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അതല്ല സ്വീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ശർക്കരയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതിനുശേഷം 4 മൂലകളും ഇതുപോലെ ഒരുമിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന്റെ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോമോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആവിയിൽ വേവിക്കാനുള്ള പാത്രത്തിൽ കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. ഞാൻ പകരം ദേ ഇതുപോലെ ഒരു സിലിക്കോൺ മെഷ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഇനി എണ്ണ തൂവേണ്ട ആവശ്യമൊന്നുമില്ല. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. മുമ്പൊരു വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരുപാട് പേര് ഇത് തുണിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് തുണിയല്ല, സിലിക്കോൺ മെഷ് ആണ്. നല്ല ഉപകാരമുള്ള ഒരു സംഭവമാണ് കേട്ടോ. ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പൊ തന്നെ നമ്മളുടെ സിമ്പിൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്